സത്യമായി അരുളിയ തിരുവചനം, നിത്യസത്യമായി അരുളിയ ദിവ്യവചനം, ശാന്തിയായി ദീപമായി വിടുതലായി രക്ഷയായി സത്യവചനം സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യമാ. അരികിലൊന്നണയാൻ മാറിലലിയാൻ ആ മുറിപ്പാടിൽ ചുംബിക്കുവാൻ ആദികൾ നിറയും നീ നാളുകളിൽ അതിയായുള്ള കൊതിച്ചിടുന്നു നാഥ, അതിയായുള്ള കൊതിച്ചിടുന്നു. അന്യനായെന്നും മരുഭൂമിയിൽ അയനം തുടരുമീ പരദേശിയേ. അന്യയായെന്നും മരുഭൂമിയിൽ അയനം തുടരുമീ പരദേശിയേ. അനുകമ്പയോടെ നീയോർത്തുവെങ്കിൽ ആകാശഭവനെ ചേർത്തുവെങ്കിൽ. അനുകമ്പയോടെ നീയോർത്തുവെങ്കിൽ ആകാശഭവനെ ചേർത്തുവെങ്കിൽ. സത്യസത്യമായി എന്ന ദൈവവചന സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സത്യം സത്യമാ. എല്ലാവർക്കുമുള്ള സ്നേഹവന്ദനം ആദ്യമേ തന്നെ അറിയിക്കുന്നു. സ്വർഗത്തിലെ ദൈവം തൻ്റെ സമാധാനവും സന്തോഷവും ദൈവത്തിൻ്റെ വചനത്തെ കേൾക്കുന്ന ഏവർക്കും ധാരാളമായിട്ട് നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കേൾവിയാൽ ദൈവത്തിൻ്റെ പരിപാടികളെക്കുറിച്ച് അറിയാനും തന്നോട് നല്ല ബന്ധത്തിലേക്ക് വരുവാനും ഇന്ന് ഈ സന്ദേശങ്ങളത്തെ കേൾക്കുന്ന ഏവരെയും കർത്താവ് പ്രത്യേകം സഹായിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ടെങ്കിലും ദൈവത്തെ ഒഴിവാക്കിയും മാറ്റി നിർത്തിക്കൊണ്ട് നമുക്കും നമ്മുടെ സമൂഹത്തിനും അനുഗ്രഹമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കുകയില്ല എന്ന കാര്യം നമുക്ക് ഓരോ ദിവസം കഴിയും തോറും മനസ്സിലായിക്കൊണ്ടിരിക്കും. നമ്മുടെ കേരള സമൂഹത്തിൽ ഇന്ന് സംഭവിക്കുന്ന അനേക കാര്യങ്ങൾ ഈ വസ്തുതയിലേക്ക് വിരൽ ചൂണ്ടുന്നു. വാസ്തവത്തിൽ ആളുകൾ പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട്, കേരളത്തിന് ഇതെന്ത് പറ്റി, നമ്മുടെ സമൂഹത്തിന് ഇതെന്ത് പറ്റി എന്ന ആളുകൾ ചോദിക്കുന്നുണ്ട്. പത്രങ്ങളും ഇതര മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിലൊക്കെ നാം ഉയർന്നു കേൾക്കുന്ന ഒരു ചോദ്യമാണ്, ഇതെന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ നിന്ന് നാം കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒത്തിരി കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൊലപാതകത്തിൻ്റെയും ജീർണതയുടെയും തകർച്ചയുടെയും ഒത്തിരി കഥകൾ. ഒന്ന് തീരുമ്പം തീർന്നു, എല്ലാം തീർന്നു, ഇനി കുഴപ്പമില്ലെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, ഒന്നിനു പിറകെ ഒന്നായിട്ട് തിരമാലകൾ പോലെ അനേക പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വന്ന് ഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്താണ് ഇതിനൊരു സൊല്യൂഷൻ എന്ന് പലപ്പോഴും ആളുകൾ ചിന്തിക്കുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിലെ സാധാരണക്കാരായ ആളുകൾ മാത്രമല്ല,
നല്ല വിദ്യാഭ്യാസമുള്ള, ചിന്തിക്കാൻ കഴിവുള്ള അനേക മനുഷ്യരുണ്ട്. മത നേതാക്കന്മാർ, വിദ്യാഭ്യാസ വിചക്ഷണന്മാർ, ചിന്തകന്മാർ, സാമൂഹ്യ പരിഷ്കർത്താക്കൾ, രാഷ്ട്രീയ നേതാക്കന്മാർ, ഇങ്ങനെ എല്ലാ തലങ്ങളിലും പെട്ട ആളുകൾ ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അവരുടേതായിരിക്കുന്ന സൊല്യൂഷൻസ് പറയുന്നുണ്ട്. മനുഷ്യ കേന്ദ്രീകൃതമായിരിക്കുന്ന, മനുഷ്യൻ ചിന്തിച്ച് ആലോചിച്ച് കണ്ടെത്തിയ അനേക പരിഹാര നിർദ്ദേശങ്ങൾ ആളുകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്ന കാര്യം നല്ലതാണ്. തീർച്ചയായിട്ടും ഇത് ഒന്നും ശരിയാവില്ല എന്ന് ചിന്തിച്ച് നിരാശപ്പെടുകയല്ല. അവരാൽ കഴിയുന്ന നിലയിലുള്ള പരിശ്രമങ്ങൾ അവർ നടത്തുന്നുണ്ട്. എന്നാൽ ഈ പരിശ്രമങ്ങൾ കൊണ്ട് മനുഷ്യരെ രക്ഷിക്കുവാനും വീണ്ടെടുക്കുവാനും അവർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം വരുത്താനുമായിട്ട് സാധിക്കുമോ? സാധിക്കുകയില്ല എന്ന് വേണം നമുക്ക് ചിന്തിക്കാനായിട്ട്. ഈ നേതാക്കന്മാരും ചിന്തകന്മാരും ഒക്കെ മുന്നോട്ട് വയ്ക്കുന്ന പല ആശയങ്ങളുണ്ട് മനുഷ്യൻ നേരിടുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ. ഈ ആശയങ്ങളെക്കുറിച്ച് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയട്ടെ. പൊളിറ്റിക്കൽ സൊല്യൂഷൻസ് രാഷ്ട്രീയ നേതാക്കന്മാരും മന്ത്രിമാരും മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയമാണ്. അപ്പോൾ അവർ പറയുന്നത്, നിലവിൽ ഭരിക്കുന്ന ആളുകളാണ് എല്ലാ പ്രശ്നങ്ങളുടെയും കാരണക്കാർ. ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തും എന്ന് അവർ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും വേറെ വേറെ പാർട്ടികൾ മുന്നോട്ട് വന്ന് ഭരിക്കുമ്പോൾ അവരുടേതായിരിക്കുന്ന പുതിയ കാഴ്ചപ്പാടുകൾ സമൂഹത്തിൽ അവതരിപ്പിക്കുകയും അതുകൊണ്ട് വരുത്തുന്ന ചില വ്യത്യാസങ്ങളൊക്കെ ചില തലങ്ങളിൽ ഉണ്ട്. പക്ഷേ മനുഷ്യർക്ക് സ്ഥിരമായിട്ടും സ്വസ്ഥമായിട്ടും വ്യത്യാസങ്ങൾ വരുത്തിയെടുക്കുവാൻ തക്ക വിധത്തിൽ വാസ്തവത്തിൽ അവരെ കൊണ്ട് പറ്റുന്നില്ല. അപ്പോൾ അവർ പറയുന്നത്, നിലവിലുള്ള ഈ പാർട്ടികളെ കൊണ്ട് പറ്റില്ല, നമുക്ക് പുതിയ പാർട്ടികൾ വേണം, പഴയ പാർട്ടികൾ അസ്തമിക്കട്ടെ, അത് തീരട്ടെ, അതിനെ ഇല്ലായ്മപ്പെടുത്തുവാനായിട്ട് ശത്രുതാ മനോഭാവത്തോടെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ കേരളത്തിലും ഈ രാജ്യത്തും ധാരാളം ഉണ്ട്. അപ്പോൾ അവർ പുതിയ പ്രസ്ഥാനങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു, പുതിയ അജണ്ടകൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു, പുതിയ ആശയങ്ങൾ കൊണ്ടുവന്ന് അത് സമൂഹത്തിൽ പ്രചരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു, പുതിയ ഗവൺമെൻറ്റുകൾ രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് അവർ പരിശ്രമിക്കുന്നു. അതുപോലെ ഒരു വിപ്ലവം തന്നെ വന്നാലേ നമ്മുടെ സമൂഹത്തെ വ്യത്യാസപ്പെടുത്തിയെടുക്കാൻ പറ്റൂ എന്ന് ചിന്തിച്ച് അതിനുവേണ്ടി നിശ്ചയദാർഢ്യത്തോടെ രാവും പകലും പ്രവർത്തിക്കുന്ന അനേക പൊതുപ്രവർത്തകർ ഒക്കെ ഉണ്ട്. പക്ഷേ നമുക്കറിയാം, നമ്മുടെ സമൂഹം ഓരോ വർഷം കഴിയും തോറും പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യർ പലരും ഈ നാട്ടിൽ ജീവിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് അന്യരാജ്യങ്ങളിലേക്ക് കുടിയേറി തുടങ്ങിയ കാലവും നമുക്ക് ചിന്തിക്കാതിരിക്കാനായിട്ട് പറ്റില്ല. അപ്പം നാം എല്ലാവരും ഒരുമിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വാട്ട് ഹാപ്പൻ ടു അവർ കമ്മ്യൂണിറ്റി, വാട്ട് ഹാപ്പൻ ടു അവർ സൊസൈറ്റി? നമ്മുടെ സമൂഹത്തിന് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ സമൂഹത്തിലെ ചെറുപ്പക്കാരായിരിക്കുന്ന ആളുകൾക്കും മറ്റു മുതിർന്നവർക്കുമൊക്കെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കുഞ്ഞുങ്ങൾക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ചോദ്യത്തിന് ഒരു ഉത്തരം കണ്ടെത്തേണ്ടത് വാസ്തവത്തിൽ ആവശ്യമാണ്. അതുപോലെ തന്നെ ഈ നേതാക്കന്മാർ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു സൊല്യൂഷനാണ്, മനുഷ്യർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് അവർ പറയുന്ന സൊല്യൂഷൻ സാമ്പത്തികമായിരിക്കുന്ന പരിഷ്കാരങ്ങളും പുരോഗതിയുമാണ്, ഇക്കണോമിക് സൊല്യൂഷൻസ്. അപ്പോൾ അവർ പറയുന്നത് മനുഷ്യരുടെ പ്രശ്നങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം അവരുടെ സന്തോഷമില്ലായ്മയാണ്, അസംതൃപ്തിയാണ്. അപ്പോൾ അവർക്ക് സന്തോഷം ഉണ്ടാകാനായിട്ട് എന്ത് ചെയ്യണം? അവർക്ക് ആവശ്യത്തിന് പണം വേണം, അവർക്ക് അരി വേണം, അവർക്ക് മാംസം വേണം, അവർക്ക് മത്സ്യം വേണം, നല്ല ഉടുപ്പുകൾ, വസ്ത്രങ്ങൾ, അതുപോലെ മെച്ചമായ സാഹചര്യങ്ങളൊക്കെ വേണം. എന്നാൽ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരും. അതുകൊണ്ട് മാക്സിമം പണം സമ്പാദിക്കുക എന്ന ഒരു ചിന്തയും ഈ ആളുകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിനൊത്തിരി വഴികളൊക്കെ വയ്ക്കുന്നുണ്ട്. ഒത്തിരി നെറ്റ്വർക്കിംഗ് സംവിധാനങ്ങൾ, അതുപോലെ മാനുഷികമായിരിക്കുന്ന വേറെ ഒത്തിരി സംവിധാനങ്ങളൊക്കെ അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത് 90 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഒരു മാസം ഇത്ര രൂപ സമ്പാദിക്കാം, ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് ഒരു കോടീശ്വരനാകാം, ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി, ധാരാളം ലാഭം ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് കേരളത്തിൽ നമുക്കറിയാം എന്തോരം സാമ്പത്തിക ഫ്രോഡുകൾ നടക്കുന്നുണ്ട്. വാസ്തവത്തിൽ എത്ര ആളുകൾ അതിന് ഇരയായി തീരുന്നുണ്ട്, എത്രയോ കോടിക്കണക്കിന് രൂപ മനുഷ്യരിടയിൽ നഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ മലയാളികളായി നമ്മൾ അതിൽ നിന്ന് പാഠം പലപ്പോഴും ഉൾക്കൊള്ളാറില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ബെറ്റർ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീംസ്, അതുപോലെ ധാരാളം ജോലി ചെയ്യുക, ജോലി ചെയ്ത് പണം ഉണ്ടാക്കുക, അങ്ങനെ നല്ല വീടും സൗകര്യങ്ങളും വാഹനങ്ങളും ഒക്കെ വരുമ്പം നമുക്ക് സന്തോഷം ഉണ്ടാകും എന്ന് വിചാരിച്ച ആളുകൾ അതിൻ്റെ പുറകെ പോകുന്നുണ്ട്. അപ്പോൾ നല്ല വീടും സൗകര്യങ്ങളൊക്കെ വന്നാൽ ഒരു സന്തോഷം ഉണ്ടാകില്ലെന്ന് ഞാൻ പറയില്ല. തീർച്ചയായിട്ടും കുറച്ച് സന്തോഷമൊക്കെ ഉണ്ട്. വീടില്ലാത്ത മനുഷ്യർക്ക് ഒരു നല്ല വീട് കിട്ടിയാൽ സന്തോഷമാണ്. എന്നും കാൽനടയായി യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യന് ഒരു നല്ല വണ്ടി കിട്ടിയാൽ സന്തോഷമാണ്. എന്നും ബസ്സിൽ കയറി വേർത്തൊലിച്ച് പോകുന്ന ആളുകൾക്ക് ഒരു നല്ല വാഹനം സ്വന്തമായിട്ട് കിട്ടിയാൽ സന്തോഷമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഈ സന്തോഷങ്ങൾ കൊണ്ടും ഈ പരിഹാരങ്ങൾ കൊണ്ടും മനുഷ്യർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വതമായിരിക്കുന്ന പരിഹാരം വരുത്തിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്, അസാധ്യം എന്ന് തന്നെ പറയാതിരിക്കാനായിട്ട് കഴിയുകയില്ല.
മൂന്നാമത് ആളുകൾ പറയുന്ന മറ്റൊരു സൊല്യൂഷൻ പുതിയ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. ചെറുപ്പക്കാരായിരിക്കുന്ന ആളുകൾക്ക് നല്ല തൊഴിലും നല്ല വേതനവും കൊടുക്കുക. അപ്പോൾ ആളുകൾ തൃപ്തിപ്പെട്ടോളും, സന്തോഷമായിട്ടിരുന്നോളും. ഇപ്പോൾ അവർ ബസ്സിന് കല്ലെറിയാനും അതുപോലെ പോലീസിൻ്റെ നേരെ കല്ലെറിയാനും ഒന്നും പോകില്ല. അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരും എന്ന് ന്യായമായി ചിന്തിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ഭരിക്കുന്ന ഗവൺമെൻറ്റുകൾ ജോലി സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നില്ല, തൊഴിൽ സൃഷ്ടിക്കുന്നില്ല, ചെറുപ്പക്കാർ അസംതൃപ്തരാണ്, അവരുടെ പേരൻസ് അസംതൃപ്തരാണ്, സമൂഹം അസംതൃപ്തിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നല്ല നല്ല കമ്പനികൾ വരട്ടെ, നല്ല നല്ല ഇൻവെസ്റ്റ്മെൻറ്റുകൾ വരട്ടെ, അതുപോലെ രാജ്യാന്തര പ്രസിദ്ധിയുള്ള അനേക സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ വരട്ടെ, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്താം. പ്രിയമുള്ളവരെ, തൊഴിലില്ലാത്ത മനുഷ്യർക്ക് തൊഴിൽ കിട്ടിയാൽ നല്ലതല്ലേ? തീർച്ചയായിട്ടും നല്ല കാര്യമാണ്, അനുഗ്രഹമാണ്. അവൻ്റെ കയ്യിൽ കുറച്ച് വരുമാനം ഉണ്ടാകും, അവനൊരു പുതിയ ജീവിതാന്തസ് ഉണ്ടാകും, അവനൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാകും. ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. പക്ഷേ ഇതുകൊണ്ട് മനുഷ്യരുടെ പ്രശ്നം പരിഹരിക്കുമെന്ന് ചോദിച്ചാൽ ഇതുള്ള മനുഷ്യരുടെ ജീവിതത്തിൽ വീണ്ടും പ്രശ്നങ്ങളാണ്. അപ്പോൾ നമുക്കറിയാം ഇതൊന്നും മനുഷ്യൻ്റെ പ്രശ്നങ്ങളെ അടിസ്ഥാനപരമായും എന്നേക്കും പരിഹരിക്കാനുള്ള പരിപാടികളല്ല ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. നാം ഈ പറഞ്ഞ നിലകളിൽ പല രീതികളിൽ ചിന്തകന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ മനുഷ്യർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട. ഈ പ്രശ്നങ്ങൾ സാർവത്രികമാണ്. ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളിലും ഇതിന് സമാനമായ പ്രശ്നങ്ങളോ ഇതിൽ നിന്നേക്കാൾ രൂക്ഷമായ പ്രശ്നങ്ങളോ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. മനുഷ്യർ പൊതുവിൽ നേരിടുന്ന പ്രശ്നങ്ങളാണ്. എന്നാൽ നാം സംസാരിക്കുമ്പോൾ, നാം അധിവസിക്കുന്ന ഈ ഭൂമിയിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പം നമ്മുടെ ഭാഷയും നമ്മുടെ സംസ്കാരവും വഹിക്കുന്ന ആളുകളോടാണ് നമുക്ക് ഒന്നാമതായിട്ട് സംവദിക്കാനും സംസാരിക്കാനുമായിട്ടുള്ളത്. എൻ്റെ പ്രിയമുള്ളവരെ, നാം ഇങ്ങനെയുള്ള പ്രോബ്ലംസ് നേരിടുന്ന സമയത്ത് പ്രശ്നങ്ങൾക്ക് പരിഹാരം പറയുന്നതിന് മുൻപ് യഥാർത്ഥത്തിൽ നാം പ്രശ്നത്തിലാകാനുള്ള കാരണം എന്താണ് എന്ന് മനസ്സിലാക്കിയാലാണ് നമുക്കതിന് നല്ല സൊല്യൂഷൻസ് കണ്ടെത്താനായിട്ട് പറ്റുള്ളൂ. യഥാർത്ഥത്തിൽ രോഗമെന്തെന്നറിയാതെ മരുന്ന് എങ്ങനെയാണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്? ഒരു മനുഷ്യൻ വളരെ മൂടിയായിട്ടിരിക്കുന്നു, അപ്പോൾ നമ്മൾ അദ്ദേഹത്തെ സന്തോഷിപ്പിക്കാൻ തമാശകൾ പറയുന്നു, ഭക്ഷണം മേടിച്ചു കൊടുക്കുന്നു. അതുകൊണ്ട് അപ്പോൾ ഒരു ചിരി വന്നാലും അദ്ദേഹത്തിൻ്റെ പ്രശ്നം മാറില്ല. അദ്ദേഹത്തെ മൂടിയാക്കി തീർക്കുന്ന ഒരു ഇഷ്യൂ തൻ്റെ മനസ്സിലുണ്ട്. അതെന്താണെന്ന് കണ്ട് അതിന് പരിഹാരം പറഞ്ഞാലാണ് തന്നെ സന്തോഷത്തിൽ കൊണ്ടുവരുവാൻ സാധിക്കുകയുള്ളൂ. എന്ന് പറയുന്ന പോലെ മനുഷ്യർ പൊതുവിൽ ഇങ്ങനെയുള്ള പ്രോബ്ലംസിൽ അതിന് മതവ്യത്യാസമൊന്നുമില്ല. ഇന്ന മതമെന്നില്ല, ഇന്ന രാഷ്ട്രീയമെന്നില്ല, ഇന്ന സ്ഥലമെന്നില്ല, ഇന്ന നിറമെന്നില്ല, സ്ത്രീയെന്നോ പുരുഷനെന്നോ ഇല്ല, പ്രായ വ്യത്യാസങ്ങളില്ല. അപ്പം മനുഷ്യർ ഈ നിലയിൽ സമുദായ വ്യത്യാസം കൂടാതെ നേരിടുന്ന ഈ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം പറയുന്നതിന് മുൻപ് എന്തുകൊണ്ടാണ് ഇതിൻ്റെ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത്, റിയൽ റീസൺസ് എന്താണ്, മനുഷ്യനെ ഇങ്ങനെയൊക്കെ മോശക്കാരാക്കുന്ന, ജീർണതയിലേക്ക് തള്ളിവിടുന്ന യഥാർത്ഥ പ്രശ്നം എന്താണ്? നമുക്കറിയാം, നമ്മുടെ സമൂഹം വളരെ ജീർണിച്ചുകൊണ്ടിരിക്കുകയാണ്. മക്കൾ അപ്പനെയും അമ്മയും ചുട്ടുകൊല്ലുന്നു, കൊന്നിട്ട് അവരുടെ ശരീരങ്ങൾ ചുട്ടുകളയുന്നു, എന്നിട്ട് മറ്റാളുകളെയും കൊല്ലാനായിട്ട് ശ്രമിക്കുന്നു. ഇങ്ങനെയുള്ള കഥകൾ നമ്മൾ സമൂഹത്തിൽ വായിക്കുന്നുണ്ട്. അതുപോലെ സ്ത്രീകളെയൊക്കെ വെറും ഉപഭോഗ വസ്തുക്കളായിട്ട് കണ്ട് അവരെ റേപ്പ് ചെയ്യുക, കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോവുക, കിഡ്നാപ്പ് ചെയ്യുക, എന്നിട്ട് പണത്തിനായിട്ട് വിലപേശുക. വാസ്തവത്തിൽ ഇതൊക്കെ മാനുഷികമായിരിക്കുന്ന കാര്യങ്ങളാണ്, ഇൻഹ്യൂമൻ ആയിരിക്കുന്ന കാര്യങ്ങളല്ലേ, മനുഷ്യത്വരഹിതമായിരിക്കുന്ന കാര്യങ്ങളല്ലേ ഈ നടക്കുന്നത് എന്ന് ചോദിക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷേ എന്തുകൊണ്ടാണ് മനുഷ്യരിങ്ങനെ ചെയ്യുന്നത്? അതിൻ്റെ റിയൽ റീസൺസ്, അതിൻ്റെ യഥാർത്ഥമായ കാരണം നമ്മൾ കണ്ടെത്തേണ്ടത് വളരെ ആവശ്യമാണ്. ഈ ചിന്തകന്മാരായിരിക്കുന്ന ആളുകളും സാമൂഹ്യ നേതാക്കന്മാരും പരിഗണിക്കാത്ത, ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത ചില കാര്യങ്ങൾ വേദപുസ്തകത്തിൻ്റെ വെളിച്ചത്തിൽ നിങ്ങളോട് പറയാം, പങ്കുവെക്കാം എന്ന് ഞാൻ താല്പര്യപ്പെടുന്നുണ്ട്. മനുഷ്യൻ്റെ യഥാർത്ഥ പ്രശ്നത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ വലിയ ചിന്തകന്മാർ ചിന്തിക്കാതെ വിടുന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയട്ടെ. അത് ഞാൻ പറയുന്നതിൻ്റെ അടിസ്ഥാനം ദൈവത്തിൻ്റെ വെളിപ്പാടുകളാണ്. എനിക്ക് കിട്ടിയ വെളിപ്പാടുകളല്ല, ദൈവം വെളിപ്പെടുത്തിയ ദൈവവചനമായിരിക്കുന്ന വേദപുസ്തകത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഒന്നാമതായിട്ട് പറയുന്നത്, മനുഷ്യൻ്റെ പാപ സ്വഭാവം എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉണ്ട്, മാൻസ് സിൻഫുൾ നേച്ചർ. പ്രിയമുള്ളവരെ, മനുഷ്യർ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ജന്മനാ തന്നെ മനുഷ്യൻ പാപിയായി ജനിക്കുന്നു. പാപ സ്വഭാവം എന്ന് പറയുന്ന ഒരു വലിയ യാഥാർത്ഥ്യം എല്ലാ മനുഷ്യരിലും കുടികൊള്ളുന്നുണ്ട്. അതിന് സ്ത്രീ പുരുഷ വ്യത്യാസമൊന്നുമില്ല, ലോകത്തിൽ എല്ലായിടത്തും ഉണ്ട്. ഞങ്ങൾ പലപ്പോഴും പറയുന്നതായിരിക്കുന്ന ഒരു കാര്യമാണ്, ഏത് ജയിലിൽ ചെന്നാലും എല്ലാ മതക്കാരും അവിടെ ഉണ്ട്, എല്ലാ നിറക്കാരും ഉണ്ട്, അതുപോലെ എല്ലാ സ്ത്രീ പുരുഷ വ്യത്യാസം കൂടാതെയുള്ള എല്ലാ മനുഷ്യരും അവിടെ ഉണ്ട്. അപ്പോൾ അത് കാണിക്കുന്ന ഒരു കാര്യമുണ്ട്, മനുഷ്യരെ വാസ്തവത്തിൽ കാർന്ന് തിന്നുന്ന ഒരു സിൻഫുൾ നേച്ചർ, ഒരു പാപ സ്വഭാവം എന്ന് പറയുന്ന മനുഷ്യനുണ്ട്.
അപ്പോൾ ഈ വിഷയത്തിന് പരിഹാരം എങ്ങനെ വരുത്താം എന്ന് കണ്ടെത്തിക്കൊണ്ടല്ലാതെ മനുഷ്യനെ നവീകരിച്ചെടുക്കാനായിട്ട് സാധിക്കുകയില്ല. അവൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പറ്റില്ല. കാൾ മാർക്സും എംഗൽസും ഫ്രോയിഡും തുടങ്ങിയ വിശ്വപ്രസിദ്ധരായിരിക്കുന്ന ചിന്തകന്മാർ ഈ വിഷയത്തെ പരിഗണിച്ചിട്ടില്ല. കാരണം അവരൊക്കെ നിരീശ്വരവാദ ചിന്തകൾക്ക് അടിമപ്പെട്ടു പോയ ആളുകളാണ്. അതുപോലെ ലോകത്തിൽ ഒത്തിരി കവികളും മറ്റ് ഫിലോസഫേഴ്സും അവരൊന്നും ഈ ഒരു വശത്തെ അവർ ഗൗരവമായിട്ട് എടുത്തിട്ടില്ല. പക്ഷേ ദൈവത്തിൻ്റെ വചനം വളരെ ക്ലിയറായിട്ട് വെളിപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. മനുഷ്യർ പാപികളായിട്ട് ജനിച്ചിരിക്കുന്നു. പാപത്തിന് അവൻ്റെ ജീവിതത്തെ വളരെ മോശമാക്കി കളയുന്നു, അതിനെ ജീർണിപ്പിച്ച് കളയുന്നു എന്ന കാര്യം മനുഷ്യർ പരിഗണിക്കേണ്ടത് ആവശ്യമാണ്. റോമർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന കാര്യമുണ്ട്. പൗലോസിനേക്കാൾ ദക്ഷിണാശേഷിയുള്ള ഒരു ചിന്തകൻ ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് പോലും പറയാനായിട്ട് പറ്റില്ല. അത്ര പ്രതിഭാ വൈശിഷ്ട്യമുള്ള ഒരു വ്യക്തിത്വമായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിൽ നിന്ന് എഴുതിയിരിക്കുന്ന കാര്യമല്ല, കർത്താവായ യേശുക്രിസ്തുവിൽ നിന്ന് വെളിപ്പാടായിട്ട് സ്വീകരിച്ച സത്യങ്ങളാണ് താൻ പ്രസ്താവിക്കുന്നത്. അപ്പം അതിനെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ എഴുതുന്നുണ്ട്: അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി, നാവ് കൊണ്ട് അവർ ചതിക്കുന്നു, സർപ്പവിഷം അവരുടെ അധരങ്ങൾക്ക് കീഴെയുണ്ട്, അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു, അവരുടെ കാൽ രക്തം ചൊരിയുവാൻ ബന്ധപ്പെടുന്നു. നമുക്കറിയാം, ഇപ്പോൾ ഇലക്ഷനൊക്കെ നമ്മുടെ കൊച്ചു കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന, രാജ്യം മുഴുവൻ നടക്കുന്ന ഒരു സമയമാണ്. ഒരു സ്ഥാനാർത്ഥി എതിർ സ്ഥാനാർത്ഥിക്കെതിരെ എന്തെല്ലാം കാര്യങ്ങൾ പറയും, തിരിച്ചും പറയും. അതിനൊത്തിരി സൈബർ ഇടങ്ങളൊക്കെ അവരുണ്ടാക്കി ഒത്തിരി കഥകൾ മെനഞ്ഞ് വിടുന്നു. ഇല്ലാത്ത ഒത്തിരി കാര്യങ്ങൾ ഇവരുടെ മേൽ ആരോപിക്കുന്നു. ഇവർ ചെയ്യാത്ത കാര്യങ്ങൾ, ഇവർ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ ഇവരുടെ മേൽ ആരോപിക്കുന്നു. അവരുടെ കുടുംബം, കുഞ്ഞുങ്ങൾ, അവർക്ക് വരുന്ന ദുഷ്പേരുകളെക്കുറിച്ചൊന്നും അവർക്ക് പ്രസക്തമല്ല. അവരുടെ മുൻപിലുള്ള ഏക ലക്ഷ്യമെന്ന് പറയുന്നത് അറ്റ് എനി കോസ്റ്റ് വിജയം നേടിയെടുക്കുക. അപ്പോൾ അതിനെക്കുറിച്ചാണ് പൗലോസ് പറയുന്നത്, അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി എന്ന് പറഞ്ഞാൽ അവരുടെ ഹൃദയം മോശമാണ്. നാവ് കൊണ്ട് അവർ ചതിക്കുന്നു, സർപ്പവിഷം അവരുടെ അധരങ്ങൾക്ക് കീഴെയുണ്ട്. അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾ ഈ ഇലക്ഷൻ കാലത്ത് പത്രങ്ങളും സോഷ്യൽ മീഡിയ ഒന്ന് വായിച്ച് ചെയ്താൽ മതി. എന്തെല്ലാം കഥകളാണ് പടച്ചുവിടുന്നത്. ഇഷ്ടമില്ലാത്ത ആളുകളെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞ് ഫലിപ്പിക്കുന്നത്. മാത്രമല്ല ഇവിടെ പറയുന്നത് അവരുടെ കാൽ രക്തം ചൊരിയുവാൻ ബന്ധപ്പെടുന്നു. എന്തോരം യുദ്ധങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. യുക്രൈൻ യുദ്ധം, ഇസ്രയേൽ യുദ്ധം പ്രസ്താവ്യമായിരിക്കുന്ന കാര്യമാണ്. അതുപോലെ ലോകം മുഴുവൻ യുദ്ധങ്ങളും പോരാട്ടങ്ങളും ഒക്കെ നടക്കുന്നു. ആയിരങ്ങൾ പതിനായിരങ്ങൾ വീണ് കൊല്ലപ്പെടുന്നു. അതിൻ്റെ ശരിയ തെറ്റിനെ കുറിച്ചൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇത് സംഭവിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് മനുഷ്യൻ്റെ പാപ സ്വഭാവം ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് മനുഷ്യരെ നിർബന്ധിക്കുന്നു. ഇതിനെന്ത് സൊല്യൂഷനാണ് വരുത്താനായിട്ട് പറ്റുന്നത്? റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം: ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. പ്രിയമുള്ളവരെ, എത്ര ഗൗരവമായിരിക്കുന്ന ഒരു പ്രസ്താവനയാണ്. ഇതിന് വെള്ളക്കാരെന്നോ ചൈനക്കാരെന്നോ ഇന്ത്യക്കാരെന്നോ കറുത്തവർന്നോ വ്യത്യാസമുണ്ടോ? ഇല്ല. അപ്പോസ്തലൻ പറയുന്നത് ഇതൊരു സാർവത്രികമായ പ്രശ്നമാണ്. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെക്കുറിച്ചും പറയുന്ന കാര്യമാണ്. എല്ലാവരും പാപം ചെയ്തു, ദൈവ തേജസ് നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് മനുഷ്യർ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് ചോദിച്ചാൽ അതിനൊരു ഡെഫിനറ്റ് റീസൺ ഉണ്ട്. പ്രിയമുള്ളവർ, എൻ്റെ പാപ സ്വഭാവമാണ് എന്നെ ഇങ്ങനെ ആക്കി തീർക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നാം അത് അംഗീകരിക്കണം. എൻ്റെ ജീവിതത്തെ സന്തോഷമില്ലാത്ത നിലയിലാക്കുന്നത്, നിരാശയിലേക്ക് തള്ളിവിടുന്നത്, ദുഷ്ടതയിലേക്ക് തള്ളിവിടുന്നത്, അനേക തെറ്റായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് എന്നെ ഇടയാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് എൻ്റെ വ്യക്തിത്വത്തിൽ കുടികൊള്ളുന്ന പാപ സ്വഭാവമാണ്. അങ്ങനെ ഒരു പ്രശ്നം എനിക്കുണ്ട് എന്ന കാര്യം അംഗീകരിച്ച് അതിനുള്ളൊരു സൊല്യൂഷൻ എന്താണെന്ന് അന്വേഷിക്കുന്നിടത്താണ് നമുക്ക് പരിഹാരം ഉണ്ടാകുകയുള്ളൂ. രണ്ടാമത്, ഈ മനുഷ്യർ പരിഗണിക്കാതെ വിടുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ദൈവത്തെ അവരുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റിക്കളഞ്ഞിരിക്കുന്നു. ഗോഡ് ഈസ് ഡീത്രോൺഡ്. ദൈവം ഇരിക്കേണ്ട സിംഹാസനത്തിൽ നിന്ന് ദൈവത്തെ മാറ്റിക്കളഞ്ഞിരിക്കുന്നു. എന്നിട്ട് അതും മാത്രമല്ല, പകരം ആ സ്ഥാനത്ത് വെച്ചിരിക്കുന്ന വേറെ ചില കാര്യങ്ങളുണ്ട്. മനുഷ്യൻ്റെ കേന്ദ്രഭാഗം എന്ന് പറയുന്നത് അവൻ്റെ ഹൃദയമാണ്. ആ കേന്ദ്രഭാഗത്ത് ഇരിക്കേണ്ടയാൾ ദൈവമാണ്. ദൈവത്തെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന, ദൈവത്തെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്ന മനുഷ്യരുടെ ജീവിതങ്ങളെയാണ് ദൈവം വാസ്തവത്തിൽ നിയന്ത്രിക്കുന്നത്. അവരാണ് ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്ന മനുഷ്യർ. അവർക്കുള്ളതാണ് സമാധാനവും സ്വസ്ഥതയും. എന്നാൽ മനുഷ്യൻ വാസ്തവത്തിൽ ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത് ദൈവത്തെ ഡീത്രോൺ ചെയ്ത് കളയാണ്, സ്ഥാനഭ്രഷ്ടനാക്കി കളയാണ്, ദൈവത്തെ ഇറക്കി വിട്ട് കളയുകയാണ്. പകരം ആ സ്ഥാനത്ത് അവർ കൊണ്ടുവന്ന് വെക്കുന്ന കാര്യങ്ങളാണ് പണം, പ്രസിദ്ധി, അധികാരം തുടങ്ങിയ കാര്യങ്ങൾ. ഈ ഇലക്ഷൻ കാലത്ത് നമുക്കറിയാം എങ്ങനെയും അധികാരം നേടിയെടുക്കാനായിട്ട് മനുഷ്യർ പെടുന്ന പാട് എത്ര ഭീകരമാണ്. പേരുണ്ടാക്കിയെടുക്കാൻ, പണമുണ്ടാക്കിയെടുക്കാൻ ഏത് കുൽസിത പരിശ്രമവും നടത്തുന്ന മനുഷ്യർ ദൈവത്തിൻ്റെ പേരിൽ ചെയ്യുമായിരിക്കും, ദൈവത്തെ തൊഴുതുകൊണ്ടായിരിക്കും ഒരു ദിവസം ആരംഭിക്കുന്നത്. പക്ഷേ അവരുടെ ഹൃദയത്തിൽ ദൈവമുണ്ടോ?
ദൈവം ഉണ്ടെങ്കിൽ അനീതിയായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുമോ? പറ്റില്ല എൻ്റെ പ്രിയമുള്ള ശ്രോതാക്കളെ. അപ്പോൾ അതുകൊണ്ട് വാസ്തവത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ദൈവത്തെ മാറ്റി നിർത്തുന്ന സമയത്ത് ആരംഭിക്കുന്ന പ്രശ്നങ്ങളാണ് അരാജകത്വവും പ്രശ്നങ്ങളും എന്ന് പറയുന്നത്. അത് നമ്മുടെ സമൂഹത്തിൽ വേണ്ടുവോളം ഉണ്ട് എന്ന് പറയാതിരിക്കാനായിട്ട് പറ്റുകയില്ല. റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കോ, നന്ദി കാണിക്കോ. ദൈവത്തെയൊക്കെ അറിയാം, പക്ഷേ ദൈവത്തെ മഹത്വപ്പെടുത്താൻ തയ്യാറല്ല. താങ്ക് യു എന്നൊരു വേർഡ് പറയാനായിട്ട് തയ്യാറല്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. എന്ന് പറഞ്ഞാൽ സൃഷ്ടിപരമായി ക്രിയേറ്റീവായി ചിന്തിക്കാൻ കഴിയാത്ത നിലയിൽ അവരുടെ ഹൃദയം ഇതാ അന്ധമായി പോയിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതൊക്കെ മനുഷ്യർ നേരിടുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ വാസ്തവത്തിൽ മനുഷ്യന് പാപസ്വഭാവം ഉണ്ടെന്നുള്ള കാര്യം പരിഗണിക്കുന്നില്ല. മനുഷ്യൻ്റെ ഹൃദയത്തിൽ ദൈവം വാഴുന്നതിന് പകരം തെറ്റായ കാര്യങ്ങളെ കുടിയിരുത്തിയിരിക്കുന്നു. ഇതാണ് എൻ്റെ പ്രശ്നം. എനിക്ക് ദൈവമല്ല, എനിക്ക് പണമാണ് വേണ്ടത്. എനിക്ക് ദൈവമല്ല, അധികാരമാണ് വേണ്ടത്. എനിക്ക് ദൈവമല്ല, പ്രസിദ്ധിയാണ് വേണ്ടത്. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും എന്ന ചിന്ത മനുഷ്യനെ ശൂന്യനാക്കുന്നു, മനുഷ്യനെ നിരാശനാക്കി കളയുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇതിനൊരു സൊല്യൂഷൻ എന്താണ്? എൻ്റെ പ്രിയമുള്ള സ്നേഹിതരെ, ഇതിനുള്ള സൊല്യൂഷൻ വളരെ ലളിതമാണ്. വേദപുസ്തകത്തിൽ അതിനെ സങ്കീർണമായിട്ടൊന്നുമല്ല ലളിതമായിട്ട് അവതരിപ്പിക്കുന്നു. സൊല്യൂഷൻ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിലാണ്. ദൈവത്തോടുള്ള ബന്ധത്തിലേക്ക് വരുന്നിടത്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ സ്വസ്ഥതയും സമാധാനവും യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അപ്പോൾ കർത്താവ് പറയുന്ന ഈ മനോഹരമായിരിക്കുന്ന പ്രസ്താവന മതങ്ങളെയും പ്രസ്ഥാനങ്ങളെയും ചുമന്ന് മടുത്തുപോയ ആളുകൾ, ജീവിതത്തിൽ സ്വസ്ഥതയില്ലാത്ത ആളുകൾ, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നത്, കുടുംബത്തിൽ വേർപിരിയുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്, മാതാപിതാക്കൾക്കെതിരെ കൈപ്പുള്ളിൽ സൂക്ഷിക്കുന്നവർ, ജീവിത പങ്കാളിയെ കൊല്ലണമെന്ന് വിചാരിക്കുന്ന ആളുകൾ, സമൂഹത്തിൽ ഏതെങ്കിലും മതങ്ങളെ ഒഴിവാക്കണമെന്ന് ചിന്തിക്കുന്ന ആളുകൾ, മനുഷ്യരെ തന്നെ നശിപ്പിക്കാൻ ചിന്തിക്കുന്ന ആളുകൾ, പ്രിയമുള്ളവർ, അവരോടൊക്കെ ദൈവത്തിൻ്റെ വചനത്തിന് പറയാൻ, നിങ്ങൾ മടുത്തുപോയിരിക്കുന്നു, നിങ്ങൾ ഭാരം ചുമന്ന് തളർന്നിരിക്കുന്നു. നിങ്ങൾക്കുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങളെ രക്ഷിക്കുവാനും ആശ്വസിപ്പിക്കുവാനും കഴിവുള്ള ഒരു രക്ഷകൻ്റെ അടുക്കിലേക്ക് വരിക. ബൈബിൾ പറയുന്നത് ആ വ്യക്തിത്വം കർത്താവായ യേശു ക്രിസ്തുവാണ്. അവൻ്റെ അടുക്കിലേക്ക് വന്ന് അവനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്ന മനുഷ്യരോട് കർത്താവിന് പറയാനുള്ളത്, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അവൻ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും മധ്യത്തിൽ ആശ്വാസം നൽകുവാൻ, അവൻ്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ വാസ്തവത്തിൽ ദൈവത്തിന് പറ്റും. പ്രിയമുള്ള സ്നേഹിതരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു. സ്വർഗത്തിലെ ദൈവം യേശു ക്രിസ്തു മുഖാന്തരം നിങ്ങളോടുള്ള സ്നേഹത്തെ ക്രൂശിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. അവൻ ക്രൂശിൽ മരിച്ചിരിക്കുന്നത് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണ്. അതിലൂടെ ദൈവത്തോട് ബന്ധമുള്ള ആളുകളായി തീരുവാനാണ്. അതിലൂടെ ദൈവവുമായി നിലനിൽക്കുന്ന, നിരന്തരമായിരിക്കുന്ന, എറ്റേണലായിരിക്കുന്ന റിലേഷൻഷിപ്പ് ബന്ധമുണ്ടാക്കുവാൻ വേണ്ടിയാണ്. ആ നിലയിൽ ഈ ദൈവബന്ധത്തിലേക്ക് വരുന്ന മനുഷ്യർക്ക് ദൈവം വിഭാവനം ചെയ്യുന്ന നന്മകൾ പാപക്ഷമയും സമാധാനവും പുതുക്കപ്പെട്ട ജീവിതവുമാണ്. സർവശക്തനായിരിക്കുന്ന ദൈവം ഈ സന്ദേശം കേട്ട ഏവരെയും യേശുക്രിസ്തു മുഖാന്തരം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പോലെ വിമോഹനങ്ങൾ അനുദിനമുയരുന്ന പാപഭൂവിൽ അരുതാത്തതിനിയും ചെയ്തിടാതെ അവിടുത്തെ സന്നിധി അണഞ്ഞുവെങ്കിൽ കൊതിച്ചിടുന്നു. നമ്മുടെ ഹൃദയത്തിൽ ദൈവം വാസം ചെയ്യുന്നതിന് പകരം പിശാചിന് ഇടം കൊടുത്താൽ നമ്മുടെ സന്തോഷവും സമാധാനവും നഷ്ടപ്പെടും എന്നുള്ളത് നമുക്കറിയാം. മാത്രമല്ല, നാം ഓരോ ദിവസവും ജീർണിച്ചു കൊണ്ടിരിക്കും. നമ്മുടെ സമൂഹവും ജീർണിച്ച് മുമ്പോട്ട് പോകുന്നു. എന്നാൽ നാം സന്തോഷം കണ്ടെത്തുവാനായിട്ട് മറ്റു പല കാര്യങ്ങളിൽ നാം മുഴുകുന്നു. മദ്യപാനത്തിനും മയക്കുമരുന്നിനും ലൈംഗികമായിരിക്കുന്ന സുഖത്തിന് പിന്നാലെ നാം ഓടുന്നവരാകും. എന്നാൽ അതിൻ്റെ പര്യവസാനം
ഒരു തുണ്ട് കയറിലോ അല്ലെങ്കിൽ തിണ്ണയുടെ വരാന്തയിൽ അങ്ങനെ കിടക്കുന്ന മനുഷ്യരായിട്ട് തീരാനുള്ള സാധ്യത വളരെയേറെയാണ്. എന്നാൽ ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ ആത്യന്തികമായിരിക്കുന്ന സന്തോഷം നൽകുന്നവയല്ല. നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും കൈവരിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന് സ്ഥാനം കൊടുക്കുമ്പോഴാണ്, ക്രിസ്തു ഹൃദയത്തിൽ വസിക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ സന്തോഷവും സമാധാനവും അനുഭവിക്കുവാനായിട്ട് കഴിയുന്നത്. പാപിയായ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ എങ്ങനെയാണ് ക്രിസ്തു വാസം ചെയ്യുന്നത്? ഒരിക്കലും കഴിയുകയില്ല. അതിന് കർത്താവായ യേശു ക്രിസ്തു നമ്മെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിലേക്ക് വരികയും താൻ പാപരഹിതനായി ഭൂമിയിൽ ജീവിക്കുകയും നമുക്ക് പകരക്കാരനായി നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കാൽവരിയിലെ ക്രൂശിൽ മരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഈ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനാണ് നിത്യജീവൻ, എന്നേക്കുമുള്ളതായിരിക്കുന്ന കർത്താവിനോടൊപ്പമുള്ളതായിരിക്കുന്ന വാസം ചെയ്യുവാനായിട്ട് സാധിക്കും. സ്വർഗരാജ്യം നമുക്ക് അവകാശമായിട്ട് കിട്ടുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ സ്വർഗീയമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ, സ്വർഗീയമായിരിക്കുന്ന നന്മകൾ പ്രാപിക്കുവാനായിട്ട് ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കേൾക്കുന്ന നല്ല പിതാവായതിനെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതം ഈ ലോക സുഖങ്ങളുടെ പിന്നാലെ പോയി ഞങ്ങൾ ഓരോ നിമിഷവും ജീർണിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ യഥാർത്ഥ സന്തോഷവും സമാധാനവും ക്രിസ്തു ഹൃദയത്തിൽ വസിക്കുമ്പോഴാണ് എന്ന് ഞങ്ങളെ കേൾപ്പിച്ചു ഓർത്ത് സ്തോത്രം. കർത്താവേ, അവിടുന്ന് ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ വാസം ചെയ്യണമേ. ക്രിസ്തു വസിക്കുന്ന, ക്രിസ്തു വാസം ചെയ്യുന്ന ഒരു മകളാക്കി ഞങ്ങളെ തീർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥനയും യാചനയും അവിടുന്ന് കേട്ടതോർത്ത് സ്തോത്രം. എല്ലാ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഈ വചന സന്ദേശം നിങ്ങൾക്കൊരു അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രാർത്ഥനാവശ്യങ്ങളും ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം: അഗാപ്പെ ഗോസ്പൽ മിനിസ്ട്രീസ്, 87 മൈത്രി നഗർ, ആശ്രാമം, കൊല്ലം. ഇമെയിൽ ID satyamsatyamaya@gmail.com. ഫോൺ നമ്പർ 8136936648. ബൈബിൾ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ മുഖേന ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിൻ്റെ മറ്റു സന്ദേശങ്ങളും പാട്ടുകളും കേൾക്കുന്നതിനായി സത്യം സത്യമായി എന്ന യൂട്യൂബ് ചാനലും സത്യം സത്യമായി എന്ന ഫേസ്ബുക്ക് പേജും സന്ദർശിച്ചാലും ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സത്യം സത്യം